ഓഡീഷൻസിനൊക്കെ പോകാറുണ്ടോ? ഓഡീഷൻസ് ഒന്നും ഇത് ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത കാര്യം. ഞാൻ എല്ലാം കുറെ അയച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും ഇതുവരെ ഒരു കോൾ ബാക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓഡീഷൻ വരൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് ഞാൻ അയക്കുന്ന മെയില് പോവാത്തോണ്ടാണോ എന്താ സംഭവം എനിക്കറിയില്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഐ എം വെരി ഷുവർ ഇങ്ങനെ ഒരു ക്യാരക്ടറോ ഇങ്ങനെ ഒരു ക്രൂവോ ഇനി എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ, ഇതെല്ലാം കൂടി ഒത്തു വന്നാലാണ് ഒരു സീൻ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത് ഏതാണല്ലോ കേട്ടോ. പറയും ഇപ്പൊ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കുറ്റം പറയാറുള്ള ഒരു മേഖല തന്നെയാണ് സീരിയൽ. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അറിയാൻ മേലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂവി ആണെങ്കിൽ ഒരു 2-3 സീനായിരിക്കും ഒരു ദിവസം എടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ എടുത്താൽ ഒരിക്കലും പ്രൊഡ്യൂസർക്ക് ഇത് വയബിൾ ആവില്ല. പൈസയാണല്ലോ മെയിൻ, പൈസയാണ്. ആക്ച്വലി ഇതൊരു ബിസിനസ് ആണ്. ആ ഒരു മൈൻഡിലാണ് കാണേണ്ടത്. ഒരു മൂവി സീൻ എടുക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ഒരു ആക്സിഡന്റ് സീക്വൻസ് നമ്മൾ ആക്ച്വലി ഒരു കാറ് തന്നെ ഇൻഫോ പാർക്കിൽ ഒരു റാമ്പ് ഒക്കെ വെച്ച് ഫൈറ്റ് മാസ്റ്റർ ഒക്കെ വന്ന് കറക്കി നമ്മുടെ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പൊ പലരും പറയും സീരിയൽ ആക്ടിങ്, മൂവി ആക്ടിങ് അങ്ങനെ പറയും. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നു എന്നനുസരിച്ചിരിക്കും. ഒരു സീൻ തന്നു, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ മാക്സിമം ഇതൊരു മൂവി എടുക്കുവാണ്, ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സ്കൂളിലൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ആർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയാണോ? അല്ല, ഞാൻ മ്യൂസിക് ഉണ്ടായിരുന്നു, പാട്ട് ചെറുതായിട്ടും അതുണ്ടായിരുന്നു. അതല്ലാതെ സ്കൂളിൽ വെച്ച് നമ്മൾ ഇതുവരെ ഒരു ഡ്രാമയോ ഓണോ ആക്ടോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അതിനെപ്പറ്റി സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതിനെപ്പറ്റി എന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്യണമെന്നും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു സ്കൂളിൽ വെച്ച്. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അങ്ങനെ മനസ്സിലേക്ക് വന്നതും. ഇത് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, അത് ചെയ്യാനായിട്ട് നമുക്കൊരു ധൈര്യം വേണം, ഒരു കോൺഫിഡൻസ് വേണം. അതൊന്നും അതിനെപ്പറ്റി എനിക്ക്, അതായത് മിററിൽ നോക്കിയിട്ട് എല്ലാരും പറയുമല്ലോ, നീ ആക്ടിങ് നമുക്ക് തുടങ്ങണം മിററിൽ നോക്കി ഒരു സീൻ പോലും അഭിനയിക്കാനുള്ള ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അത് ആരും ഇല്ല റൂമിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഒരു സീൻ പോലും ചെയ്ത് നോക്കാനുള്ള ഒരു ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ എ ബിഗിനർ, എല്ലാരും പഠിച്ചു വരുന്നേ ഉള്ളൂ. ലാലേട്ടൻ വരെ പറയണത് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ വെറും ഞാൻ അങ്ങനെ പഠിച്ചു എന്ന് പറയാൻ പാടില്ലല്ലോ. പഠിച്ചു വരുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ, പക്ഷെ മച്ച് ബെറ്റർ. ഇപ്പൊ എന്തായാലും ഞാൻ രാഹുലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഈ സീരിയൽ മഴത്തോറും മുൻപേ സീരിയൽ ഇങ്ങനെ മുടങ്ങാതെ കാണുന്നത്. അപ്പൊ രാഹുൽ സുരേഷ് എന്നുള്ള പേര് അറിയത്തില്ല. ഒരു സീരിയൽ നടനാന്ന് പറഞ്ഞപ്പോ അതാരാ? അപ്പൊ അമ്മ ഞാൻ കാണുന്ന സീരിയൽ മനു എന്നാണ്. ഒയ്യോ, മനുവിനോട് ഇന്റർവ്യൂ എടുക്കാൻ പോണേന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മനു എന്നുള്ള ഒരു കഥാപാത്രം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ മനു എന്നുള്ള കഥാപാത്രത്തെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ മനു ഭയങ്കര പാവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മോനാണെന്നാണ് പറയുന്നത്. എല്ലാ അമ്മമാരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ടാഗ് ലൈൻ ആണ് ഇപ്പൊ മനുവിനെ പറ്റി. അപ്പൊ മനു എന്നുള്ള കഥാപാത്രം എങ്ങനെയാ എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രൊജക്ട്സിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ, നോവൽ ഓൾറെഡി റിട്ടൺ മലയാളം നോവലിന്റെ തന്നെ വിഷ്വലൈസേഷൻ ആണ്. പിന്നെ ഇത് ചെയ്യുന്ന ടീം നമ്മുടെ പാൽത്തു ജാൻവർ ബേസിൽ ജോസഫിന്റെ സിനിമ, അതിൽ സംഗീതേട്ടൻ ഡയറക്ടർ, അദ്ദേഹമാണ് ഇതിന്റെ പ്രൊഡക്ഷനിലെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആള്. ദുര്യോധന എന്റർടൈനേഴ്സ് ആണ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് ആ സിനിമാറ്റിക് ആയിട്ടാണ് ഇതിനെ കൺസീവ് ചെയ്യുന്നത്, ഈച്ച് ആൻഡ് എവറി സീനിനെ. അപ്പൊ അതിന്റേതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ എപ്പോഴും സിനിമാറ്റിക് ആയിട്ട് കൺസീവ് ചെയ്ത അതിന് ഭയങ്കര പ്രൊഡക്ഷൻ അവർക്ക് ഭയങ്കര ദോഷങ്ങളാണ്. കാരണം എടുത്തു തീർക്കാനുള്ള ടൈം, കാരണം നമ്മൾ ഓടിച്ചിട്ട് തീർക്കുമല്ല. അപ്പൊ അതിന്റേതായ രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇതിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ ഇതിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ഒരു പ്രൊജക്ട് ഏഷ്യാനെറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട് എന്ന് ചാനൽ തന്നെ എന്നോട് പറഞ്ഞു. ജോയ്സി സാറാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഈ ടീമാണ്. അപ്പൊ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത്രയ്ക്ക് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഞാൻ 8 മാസം വെയിറ്റ് ചെയ്തു ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് കുറെ പ്രൊജക്ട്സ് വന്നു, പക്ഷെ അതൊന്നും എടുക്കാതെ 8 മാസം വെയിറ്റ് ചെയ്ത് തുടങ്ങിയ പ്രൊജക്ട് ആണിത്. പ്രൊജക്ട് തുടങ്ങിയപ്പോൾ ആക്ച്വലി മഴതോരും മുമ്പേ എന്ന് പറയുന്ന നോവലില് ഈ മനു എന്ന് പറഞ്ഞ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ
ഒരു ഗസ്റ്റ് റോൾ മാത്രമാണ്. മാത്രായിരുന്നു. അതെ. വളരെ വളരെ കുറച്ചേ ഉള്ളൂ, ആ. സ്ക്രീൻ സ്പേസ് കുറച്ചേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതെ, അതെ. ഡെപ്തും വളരെ ഇമ്പാക്റ്റും ഉള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ എന്നാൽ പോലും നമ്മൾ നോവലിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങൾ അതെ, കൊണ്ടുവരേണ്ടതാണ്. അതെ, അതെ. അപ്പൊ അങ്ങനെ തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാമെന്ന് വെച്ചൊരു ക്യാരക്ടറാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഒരു മൂവിയിൽ ഇപ്പൊ ഒരു ആക്ടർ, ഒരു നടനായിട്ട് ഒരു മെയിൻ റോൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അറ്റ് ദ സെയിം ടൈം തന്നെ നല്ലൊരു ഓഫർ വേറെ ചാനലിൽ വന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ? മൂവിയിലല്ല, സീരിയൽ. സോറി, സീരിയലിൽ. നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, കാരണം നമുക്ക് കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക്, കാരണം സീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെയാണ് അവര് ആ, മനസ്സിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഈ എടുക്കുന്നത്. ക്യാരക്ടർ തന്നെ വേറൊരെണ്ണത്തിൽ പ്ലേസ് ചെയ്ത് അവർക്ക് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഒരെണ്ണം ഓക്കെ. കഴിഞ്ഞിട്ടല്ലല്ലോ അടുത്ത് ചെയ്യുന്നത്. അതെ, അറ്റ് ദ സെയിം ഓക്കെ. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് വരുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ അതുകൊണ്ട് പറ്റും. നമുക്ക് കോൺട്രാക്ട് ഉണ്ട്. സെയിം ലാംഗ്വേജിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതർ ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓക്കെ. കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമില്ല. തമിഴിലൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്യാൻ ഇപ്പൊ പറ്റും. എന്റെ പേരായിട്ട് ചെയ്യുന്ന കുട്ടി ഓൾറെഡി തമിഴിൽ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, നികിത. നികിത. അപ്പൊ 15 ദിവസം അവിടെയും 15 ദിവസം ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പത്തന്നെ ഒരു മാസം മൊത്തം ഫുള്ളി പാക്ഡ് ആണ്. ഈ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഞാൻ ഹിന്ദി സീരിയലിന്റെ ഒക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. കാരണം അതിലത്തെ ബോയ്സിന് ആക്ടേഴ്സിനെ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക രസമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മലയാള സീരിയൽ അങ്ങനെ ഫോക്കസ് ചെയ്യില്ല. പക്ഷെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോ മലയാള സീരിയലിലുള്ള എല്ലാ ആക്ടേഴ്സും ആക്ട്രസസും നല്ല അടിപൊളിയാണ്. എന്താ പറയാ, ഹിന്ദി സീരിയലിനെ പോലെ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള നല്ല സുന്ദരമായ കുറെ മുഖങ്ങൾ. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ ഓൾറെഡി റീമേക്ക് ആണ് വരുന്നതല്ല. ഓക്കെ, ഓക്കെ. മോസ്റ്റ് ഓഫ് ദി സീരിയൽസ് വരുന്നത് റീമേക്ക് ആണ്. റീമേക്ക് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സെയിം സ്റ്റോറി ലൈൻ എടുക്കുമ്പോൾ അതിന് പറ്റിയ ക്യാരക്ടേഴ്സിനാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതെ, അതാണ് അതെ. വൺ ഓഫ് ദി മെയിൻ റീസൺ. ഓക്കെ, ഓക്കെ. പിന്നെ പാറ്റേൺസ് മാറ്റി ഏകദേശം നമുക്ക് ഒരു സിനിമാറ്റിക് മോഡായി, ഒരു സീരിയലിന്റെ ഒക്കെ ഷൂട്ടും അതായത് കാര്യങ്ങളും. ഇപ്പൊ എല്ലാരും ഇപ്പൊ പറയും, ഇപ്പൊ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കുറ്റം പറയാറുള്ള ഒരു മേഖല തന്നെയാണ് സീരിയൽ. അതെ, അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ. അത് അറിയാൻ മേലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂവി ആണെങ്കിൽ ഒരു 2-3 സീൻ ആയിരിക്കും ഒരു ദിവസം എടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ എടുത്താൽ ഒരിക്കലും പ്രൊഡ്യൂസർക്ക് ഇത് വയബിൾ ആവില്ല. ഓക്കെ. പൈസയാണല്ലോ മെയിൻ, അതെ, അതെ. പൈസയാണ്. ഇതൊരു അതെ. ആക്ച്വലി ഇതൊരു ബിസിനസ് ആണ്, ആ ഒരു മൈൻഡിലാണ് കാണേണ്ടത്. ഉം. കാരണം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ആ ലെവലിലേക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു മൂവി സീൻ എടുക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പ്രൊജക്ടിൽ ഒരു ആക്സിഡന്റ് സീക്വൻസ് നമ്മൾ ആക്ച്വലി ഒരു കാറ് തന്നെ ചെന്നൈയിൽ നിന്ന് ടീം വന്ന് എടുത്ത് ഒരു കാറ് ഇൻഫോ പാർക്കിൽ ഒരു റാമ്പ് ഒക്കെ വെച്ച് ഫൈറ്റ് മാസ്റ്റർ ഒക്കെ വന്ന് കറക്കി. ഓ. അതൊന്നും കണ്ടില്ല അല്ലേ? ഇല്ല. അല്ല, കറക്കി ഒരു ഒറിജിനൽ ആയിട്ടൊരു സംഭവം. അത് നമ്മുടെ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ. അപ്പൊ നമ്മുടെ ജീത്തു ജോസഫ് സാറിനെ ഇന്റർവ്യൂ ചെയ്ത എന്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം വരെ അത് നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ. ആ ഒരു സീൻ, പർട്ടിക്കുലർ സീൻ. കാരണം ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കാരണം ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം സീരിയൽസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഇങ്ങനെ ആയിരിക്കണം എന്നൊരു പണ്ടത്തെ ഒരു ക്ലീഷേ സംഭവം മാറി വരുന്നത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ ഈ പർട്ടിക്കുലർ സീൻ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. കുട്ടി മാത്രം കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അത്യാവശ്യം ആൾക്കാർ കാരണം ഒറിജിനൽ ഒരു കാർ എടുത്ത് അങ്ങനെ മറച്ച് അതിനകത്ത് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഇരുന്ന് ഓക്കെ. ആ കാർ റാമ്പിൽ കൂടെ മറച്ച് അത് വെട്ടിപ്പൊളിച്ച് എടുക്കുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഓക്കെ. അങ്ങനെ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുണ്ട്. ആ സീൻ ഞാൻ എന്തായാലും ഇന്ന് ചെന്നിട്ട് എടുത്തു നോക്കുന്നതായിരിക്കും. ഈ എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ടോ? ലൈക്ക് ഞാൻ എല്ലാ എപ്പിസോഡും എല്ലാ എപ്പിസോഡ്സും കാണാം. ഇപ്പൊ നമുക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രസന്റ് ചെയ്ത് കാണുമ്പോൾ കുറച്ച് ചമ്മല്, എനിക്ക് ചമ്മലിന് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് കാണുമ്പോൾ. കാരണം ഓരോന്നിലും നമ്മൾ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇപ്പൊ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടോ, അതൊക്കെ നോക്കാനും മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാനും ഐ എം വെരി എക്സൈറ്റഡ്. എന്റെ ഓരോ സീൻ കാണാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പ്രൗഡ് ആണ്. അത് എന്തായാലും അടിപൊളി. അത് കാരണം എന്നാലാണല്ലോ നമ്മുടെ മിസ്റ്റേക്സുകളും മനസ്സിലാകണമെങ്കിൽ അത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഇപ്പൊ ഈ പേരൻസ് ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ നേരത്തെ ഇപ്പം ലൈക്ക് എന്തെങ്കിലും റൊമാൻറ്റിക് സീൻസോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അയ്യോ ഒരു ചമ്മലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ അങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ പ്രൊജക്ടിൽ അങ്ങനെ ഒരു റൊമാൻസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. എനിക്ക് ഫസ്റ്റ് പ്രൊജക്ടിലായിരുന്നു. അന്ന് ആ സമയത്ത് പോലും അങ്ങനെ ഒരു ഭയങ്കര ഇതെന്താണോ ഇത് അതേപോലെ കൺസീവ് ചെയ്യുന്ന ആൾക്കാരാണ്, ക്യാരക്ടറാണ് മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇതുവരെ തോന്നിയില്ല. ദേ ആർ വെരി സപ്പോർട്ടീവ്. പാരന്റ്സും കാണുമോ മുടങ്ങാതെ എല്ലാ എപ്പിസോഡ്സും? അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. കുട്ടിയൊക്കെ പറയോ അമ്മയൊക്കെ തീർച്ചയായിട്ടും പറയും, ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നു. അമ്മ പറയും, അച്ഛൻ പറയും, അനിയനും പറയും. അനിയൻ ആക്ച്വലി സീരിയൽസ് ഒന്നും കാണാത്ത ആളാണ്. നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ പൊതുവേ കാണാറില്ല. ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് എന്റെ ഈ പ്രൊജക്ട് കാണുന്നു. പിന്നെ അനിയൻ കാണുന്നത് മെയിൻ ആയിട്ടും കഥ. ഇപ്പൊ അച്ഛനും അമ്മയും കാണുന്നത് കഥ മനസ്സിലാക്കി അതെന്റെ ആ ഒരു ഫീലോടെ കാണുന്നത്. അനിയൻ എന്റെ പെർട്ടിക്കുലർ സീൻ മാത്രം കണ്ട്
അത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി കാണുന്ന ആളാണ്. ഓക്കെ ഓക്കെ ആ, അത് നല്ല കാര്യമാണല്ലോ. വീട്ടിൽ തീർച്ചയായിട്ടും തന്നെ എല്ലാരും തീർച്ചയായിട്ടും ഭയങ്കര അതും സപ്പോർട്ടീവ് ആയിട്ട്. അവര് ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലാണ് ജഡ്ജ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്റെ ചേട്ടനാണ് അല്ലാണ്ട് എന്റെ മോനാണ് അങ്ങനെയല്ല. അതെ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു തേർഡ് പേഴ്സൺ കണ്ടിട്ട് എന്തായിരിക്കും അവർക്ക് തോന്നുന്നത് ആ രീതിയിലാണ് അവര് അതെ ഒപ്പീനിയൻസ് ആണ്. പറയുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടെന്നായിരുന്നു ഒരു സീരിയൽ വേറെ സിനിമ വേറെ അങ്ങനെ ഒരു ഭയങ്കര ഒരു വ്യത്യാസം. പക്ഷെ ഇപ്പൊ സീരിയൽ എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് എല്ലാരും കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ടിവിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും സീരിയൽ എന്ന് പറഞ്ഞ ആ ഒരു മീഡിയം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പം എന്താ എല്ലാ ദിവസവും വീടുകളിൽ വരുന്ന ഒരു ഫേസ് ആണ് നിങ്ങളുടെയൊക്കെ. പക്ഷെ നിങ്ങളുടെ ഒരാളുടെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന സന്തോഷം, അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റഡ് ആയിട്ടാണ് നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളെയാണോ എന്നൊക്കെ അങ്ങനെ. അപ്പൊ അത്രയും നേരിട്ട് അങ്ങനെ കിട്ടിയ ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. നേരിട്ട് ഒട്ടുമിക്കപ്പോഴും നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഓക്കെ. നമ്മള് ലുലുവോ അതെ അതെ. ഫോറം അവിടെയൊക്കെ പോകുമ്പോൾ ആ, ആൾക്കാര് എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഭയങ്കര ഫെമിലിയർ ആണ്. ഓക്കെ. അവരെന്നും കാണുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. ആ, അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനോ നമ്മളോട് മിങ്കിൾ ചെയ്യാനോ ഒരു മടിയില്ല. മടിയില്ല. അതെ. ഇപ്പൊ ഫിലിമിൽ മാത്രം അവർക്കൊരു ഒരു പേടി. പേടി, ഒരു അതെ അതെ ഇതുണ്ടാവും, അയ്യോ അതെ സംസാരിക്കാൻ പറ്റുമോ അതെ. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പക്ഷെ അത് സീരിയൽസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സംഭവം ഇല്ല. അവർക്ക് ഓക്കെ. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരാള് എന്തെങ്കിലും അവരെന്നും കാണുന്ന ഒരാളെ പോലെ, വീട്ടിലെ ആളെ പോലെ തന്നെയാണ് അവര് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. ഇപ്പൊ ഈ സീരിയല് വന്നപ്പോഴാണല്ലോ സീരിയൽ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ധാരണയുണ്ടല്ലോ. ബിഫോർ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേ അത് ആഫ്റ്റർ ഈ ഇൻഡസ്ട്രി വന്നതിന് ശേഷം മാറിയ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ് സീരിയലിനെ അത് പറ്റി? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം അതെ. ഇപ്പൊ ഈ സിയുടെ ഇത് കഴിഞ്ഞിട്ട് ഉം. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. ഞാൻ 2 മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തു, അതെ അങ്ങനെ കുറച്ച് ഷോർട്ട് സംഭവങ്ങളൊക്കെ ഫിലിംസ്. ചെയ്തു. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്കിള് ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്കിൾ എന്ന് ഓക്കെ പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്. ഓക്കെ അപ്പൊ കുറച്ച് നാൾ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ഓക്കെ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചോയ്സ് എടുക്കേണ്ട വന്നത് എനിക്ക്. ഓക്കെ ഒന്നുമില്ലെങ്കിൽ ആക്ടിങ്, വീട്ടുകാർ പറഞ്ഞു മോനെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ യു ഹാവ് ടു ചൂസ്. ഓക്കെ ഒന്നുമില്ലെങ്കിൽ ആക്ടിങ് എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഓക്കെ അല്ലെങ്കിൽ ബിസിനസ്. അതിനു വേണ്ടി ഞാൻ നാഗ്പൂർ പോകേണ്ട വരും, അങ്ങോട്ട് ഷിഫ്റ്റ് ആവേണ്ട വരും. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ കോണ്ടാക്ട്സും എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്ന സമയം വന്നപ്പോഴാണ് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പൊ എനിക്ക് എന്റെ അറിവില്ലായ്മ ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചു സീരിയൽ അല്ലേ, ആ, എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി. ഞാൻ മറ്റേ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്ത് ആ, എല്ലാവരും ഭയങ്കര ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞാണ്. അതെ അപ്പൊ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചു സീരിയൽ അല്ലേ, ചെന്നങ്ങ് എന്തായാലും അങ്ങനെ ചെയ്താൽ മതി, അല്ലാണ്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞ് ചെന്നു. നമ്മൾ വിചാരിക്കുന്ന പരിപാടിയല്ല. മ്യൂസിക് വീഡിയോയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച് കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതർന്ന പോലെ അല്ല. നമ്മള് അതെ അതെ പ്രോപ്പർ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല. അത് അതെ ഇതൊരു സത്യം. വലിയ സംഭവമാണെന്ന് എനിക്ക് അതോടുകൂടി ഇതിനുള്ള റെസ്പെക്ട് ഭയങ്കരമായിട്ട് കൂടി. അതെ അതെ സത്യം. കാരണം ഇപ്പൊ പലരും ഇത് നിസ്സാര എന്ന് പറയുന്നത് അവര് വന്ന് ചെയ്ത് നോക്കും. ഒരു 19 പേരുടെ ഫ്രണ്ടിലിരുന്ന് ഉം. ഇങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവുള്ളൂ. അതെ. ആദ്യത്തെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത ഒരു 6 മാസം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഓക്കെ എസ്പെഷ്യലി ഇത് ഫസ്റ്റ് സീനൊക്കെ എടുക്കുമ്പോ ഞാൻ ഈ ഒരു തെറ്റിദ്ധാരണയോടുകൂടി പോകുന്നേ. പോന്ന അതെ അതെ സീരിയലല്ലേ കുറച്ച് പേര് സീരിയല്. നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോവാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോ പൈലറ്റ് ഷൂട്ട് ആക്ച്വലി മൂവി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ എക്യുപ്മെന്റ്സും ക്യാമറ എല്ലാം മൂവി എക്യുപ്മെന്റ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 എപ്പിസോഡ്സ്. ഓക്കെ അപ്പൊ ഞാൻ ചെന്നപ്പോ ഫസ്റ്റ് സീൻ എടുക്കുന്നപ്പോഴത്തേക്കും വലിയ ക്രൂ നിൽക്കുന്നു, 19 പേര്, നാട്ടുകാര്, അതെ. വലിയ ക്രെയിനിലൊക്കെ ക്യാമറമാൻ ക്രെയിനിലൊക്കെ വരും. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഓക്കെ ഇതൊന്നും ഇല്ലെന്നാണ് വിചാരിച്ച മനസ്സിൽ സീരിയല്. ഇതൊന്നും ഇല്ല. എന്റെ അറിവില്ലായ്മയായിരുന്നു അത്. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ആദ്യത്തെ സീൻ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കാരണം ആക്ഷൻ എന്നവിടെ പറഞ്ഞപ്പോഴത്തേക്കും ചില സിനിമയിൽ, ദിലീപേട്ടന്റെ സിനിമയിൽ ചെവിന്ന് ഇങ്ങനെ പുക പോണ സീൻ കണ്ടല്ലോ. പുക പോണ കാണാൻ പറ്റില്ലെന്നുള്ളൂ. ലിറ്ററലി എനിക്ക് ഉള്ളിലിങ്ങനെ ഒരു ചൂട് ചൂട്. ചൂട് മാത്രം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്റെ ചേട്ടൻ നിൽക്കുന്നു. ഇവിടെ എന്തായിട്ട് ഇവിടെ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ ഡയലോഗ്, ഒറ്റ ഡയലോഗ്. പക്ഷെ ഞാൻ ബൈക്കിൽ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കൈ ഇങ്ങനെ വിറച്ചിട്ട് നമ്മള് ഒച്ച വരില്ല. ആ അവസ്ഥ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിസ്സാര കാര്യമല്ല, എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. എല്ലാരെ കൊണ്ടും പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് അന്നുണ്ടായി. പിന്നെയുള്ള ഒരു 6 മാസം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അത് കുറച്ചെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ഒരു സാധനം അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തതാണ്. എനിക്ക് ഒരു തിരിച്ചറിവ് വന്നിരുന്നു. കാരണം ഞാനിങ്ങനെ BTS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരു സീൻ തന്നെ എത്ര ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ എത്ര രീതിയിൽ പറഞ്ഞു നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞു ടിവിയിൽ വരുന്നതൊന്നും അല്ല എന്ന്. ആ ഒരു ദിവസം ചിലപ്പോ ആ ഒരു ഒറ്റ ഷോട്ടായിരിക്കും ഒരു ദിവസം ഉച്ച വരെ പോകുന്നതും അല്ലെങ്കിൽ അങ്ങനെ. അതെ. അപ്പം ഉച്ചവരെ അങ്ങനെ പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ ഒരു വിചാരിച്ചൊരു സംഭവം ഡയറക്ടർക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്ത് ഓക്കെ ഷൂട്ട് വയ്ക്കേണ്ട വരും. കാരണം അത്ര നേരം എടുക്കാനുള്ള ഒരു ടൈമോ അതിനുള്ള ബഡ്ജറ്റോ ഇല്ല. അതുകൊണ്ടാണ് പല സീൻസും
ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത് പലരും ചോദിക്കേണ്ട സീൻ വരെ വന്നിട്ടുണ്ട്. ഓക്കെ എന്റെ അല്ല, പേഴ്സണലി ആ ഞാൻ ജനറലി പറഞ്ഞാണ്. അതെ അത് അതിന്റെ കാരണം ഇതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ടൈം ഉണ്ട്, അതിനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് കറക്റ്റ്. കാരണം വളരെ ടാലന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഇതിലുണ്ട്. അതെ അതെ പക്ഷെ അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യലി യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ റേറ്റിംഗിലൊക്കെ നിങ്ങളെ എത്രത്തോളം അങ്ങനെ ടെൻഷൻ ഞാൻ ആക്ച്വലി കൺസേൺഡ് അല്ല അല്ല റേറ്റിംഗ് കാര്യത്തില്. അത് ഓക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ് അതിന്റെ കാര്യം. കാരണം റേറ്റിംഗ് കൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് 10,000 രൂപ ഉള്ളിൽ കിട്ടാൻ പോണില്ല. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ പിന്നെ അത് അതിലേക്ക് തല നമ്മൾ ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓക്കെ നമ്മൾ നമ്മുടെ പണി ചെയ്യുക പോരുക. അല്ലാണ്ട് എനിക്കിപ്പോ ഒന്നാമത് റേറ്റിംഗ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല. അയ്യോ എനിക്ക് റേറ്റിംഗ് തീരെ കുറവാന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല. അത് ഓക്കെ ഓക്കെ മൊത്തത്തിൽ പല ഫാക്ടേഴ്സ് റേറ്റിംഗിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ IPL തുടങ്ങിക്കഴിഞ്ഞാൽ 7:30 തൊട്ടുള്ള പ്രൊജക്ട്സിന്റെ എല്ലാ റേറ്റിംഗ് കുറയും. കാരണം എല്ലാവരും അത് കാണും വീട്ടിൽ അതെ TV വെക്കും. അതെ അതെ അപ്പൊ അങ്ങനെ ഒരു മഴ പെയ്ത് അവർക്ക് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ റേറ്റിംഗ് കുറയും. അതെ പിന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ബോധേഡായിട്ട് കാര്യമില്ല. അത് നമ്മുടെ വിഷയമേ അല്ല. വിഷയമല്ല. അല്ലല്ല. മൂവിയാണ് പാഷൻ എന്ന് രാഹുല് ഇങ്ങനെ 100%, പറയണത് 100%, yeah. കേട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ വാഴ 2 എല്ലാ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പുതുമുഖങ്ങളാണ് ഇപ്പൊ എന്താ പറയാ ബോക്സ് ഓഫീസ് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും അതെ മോട്ടിവേഷനാണ്. ഭയങ്കര അതെ അതെ കാരണം അവരും ഇതുപോലെ തന്നെ ആഗ്രഹിച്ചു വന്നതാണ്. ഇതുപോലെ തന്നെ പല മീഡിയത്തിലൂടെ വന്ന് കഷ്ടപ്പെട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും. രാഹുലിന്റെ ഏറ്റവും സ്വപ്നവും തന്നെ മൂവി തന്നെയാണ്. 100%. അതിപ്പോ സീരിയലിലൂടെ ഇങ്ങനെ ആഗ്രഹിച്ച് എന്തെങ്കിലും ഞാൻ projects- പറഞ്ഞില്ല അന്ന് എനിക്ക് ചോയ്സ് എടുക്കണം എന്ന് പറഞ്ഞത്. അതെ. മൂവി നമുക്ക് എടുത്തു വെച്ചേക്കുമല്ലോ. ഉം, ഉം, ഉം. അപ്പൊ ഇതില് ഏറ്റവും ഇതിനോട് അടുത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ആക്ടിങ് തന്നെയാണ്. അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തത്. കാരണം ആക്ടിങ് അല്ലാണ്ട് ഇപ്പൊ മൂവി വരട്ടെ, അതുവരെ ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പൊ മറ്റേ IPCC CA ഇത് ക്ലിയർ ചെയ്ത് വെച്ച് വേറെ എന്തെങ്കിലും ഒരു ജോലി എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. ഓക്കെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ചിന്തിക്കാൻ പോലും തന്നെ. അപ്പൊ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതെ സത്യം പിന്നെ നമ്മള് ചെയ്യുമ്പോ ഇപ്പൊ പലരും പറയും സീരിയൽ ആക്ടിങ് മൂവി ആക്ടിങ് അങ്ങനെ പറയും. അതെ, പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതെ അതെ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നു എന്നനുസരിച്ചിരിക്കും. ഉം, ഉം, ഉം. ഒരു സീൻ തന്നു അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഉം, 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 അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ മാക്സിമം ഇതൊരു മൂവി എടുക്കുവാണ് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഈ മൊത്തമുള്ള ഇതിന്റെ ലിമിറ്റേഷൻ സീരിയൽ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിന്റെ ലിമിറ്റേഷൻസ് ആണ്. അതെ 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 അങ്ങനെ മനസ്സിലായി അതിൽ നിന്നുകൊണ്ട് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ മൂവീസ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ? അത് നമ്മളിത് ഈ ഇൻഡസ്ട്രി അറിയാലോ, നമ്മൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെർബലി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നമ്മളത് ചെയ്തു തുടങ്ങി അതിന്റെ ഔട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓക്കെ ഞാനിത് ചെയ്തു ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. പറ്റും. ഇവിടെ സംസാരം കുറെ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്, അത് പോയിന്റ്ലെസ് ആണ്. ഓഡീഷൻസിനൊക്കെ പോകാറുണ്ടോ? ഒന്നും ഇത് ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത കാര്യം. ഞാൻ എല്ലാം കുറെ അയച്ചിട്ടുണ്ട്, ആ, പക്ഷെ എന്നെ ആരും ഇതുവരെ ഒരു കോൾ ബാക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓഡീഷൻ വരൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നിട്ടില്ല. ഞാൻ അയക്കുന്ന മെയില് പോവാത്തോണ്ടാണോ എന്താ സംഭവം എനിക്കറിയില്ല. ആ, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടില്ല. Yeah. ഓക്കെ സെന്റ് ആയല്ലോ അല്ലേ? ഞാൻ ഡബിൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ Double check. ഇതുവരെ ഓഡീഷൻസ് അയച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് പോലും അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല അതെന്റെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ തെറ്റാണോ. അല്ലെങ്കിൽ പലരും പറയണ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓഡീഷൻസ് അയക്കാറുണ്ട് പക്ഷെ കോൾ ബാക്ക് ഇങ്ങനെ വരാറില്ല. അപ്പം ഓഡീഷൻസ് അല്ല ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഫിലിമിലേക്ക് കയറാൻ അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് നമ്മൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ് കോണ്ടാക്ട്സ് ആണ്. അതെ 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 കാരണം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കോണ്ടാക്ട്സ് ഇല്ലാണ്ട് ഇപ്പൊ വളരെ കഴിവുള്ള ഒരാളുണ്ട്, ഓക്കെ പക്ഷെ അദ്ദേഹത്തിന് കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ അത് അവിടെ കാണാതിരിക്കുള്ളൂ. അതെ അതെ ഇപ്പൊ ഈ ഹാഷിർ പോലെയുള്ളവർ ചെയ്തെന്ന് വെച്ചാൽ അവരത് അവരുടെ കഴിവ് അവര് പ്രസന്റ് ചെയ്തു പബ്ലിക്കിലേക്ക്, അതെ, അതുകൊണ്ട് അറിഞ്ഞു, അതെ അങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ അദ്ദേഹം വളരെ കഴിവുള്ള ഒരാളാണ്. അതെ പ്രസന്റ് ചെയ്യാതെ വെറുതെ ഇരിക്കുവായിരുന്നെങ്കിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടണമെന്നില്ല. കിട്ടുന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. കോണ്ടാക്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണോ? തീർച്ചയായിട്ടും അതെ എല്ലാരുമായിട്ട് കണക്ഷൻസും ഇതിൽ കണക്ഷൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. ടാലന്റ് കം സെക്കൻഡറി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ടാലന്റ് കാണിക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ കോണ്ടാക്ട്സ് ആണ് എല്ലാം. ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് സീരിയല് ചെയ്തല്ലോ. അപ്പൊ ഫസ്റ്റ് സീരിയല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കാതോട് കാതോര അല്ലേ? അപ്പൊ ആ സീരിയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉടൻ തന്നെ വന്നതാണ് ഈ ഒരു പ്രൊജക്ട്. അത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? അതാണ് ആദ്യം പറഞ്ഞത്, 8 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ഉടനെ തന്നെ എൻക്വയറി വന്നു. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ പക്ഷെ 8 മാസം കഴിഞ്ഞാണ് ഇത് സ്റ്റാർട്ട് ആയത്. സ്റ്റാർട്ട് കാരണം ഇതിന് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടല്ലോ അവരെ സംബന്ധിച്ച്. അപ്പൊ 8 മാസം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആ ഒരു ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചു ഇനി വരുമോ? ഈ ഒരു സീരിയൽ കഴിയുമ്പോഴത്തേന് എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മുന്നിലുണ്ടോ? ഇല്ല, ഞാൻ ആ പ്രൊജക്ട് അത് തീരാറായി എന്ന് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് സീരിയൽസ് എൻക്വയറീസ് വന്നോണ്ടേയിരുന്നു. പല ചാനൽസിലും നല്ല റെമ്യൂണറേഷൻ ഉള്ള
ഓഫർ എനിക്ക് വന്നു ഓക്കെ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ അതായത് ദ വെരി നെക്സ്റ്റ് വീക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്ന പല പ്രൊജക്ട്സും വന്നു. ഓക്കെ പക്ഷെ അത് ഞാൻ ചൂസ് ചെയ്യാണ്ടിരുന്നത് ഇതിൽ ചോയ്സസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നുള്ള വലിയ കാര്യമാണ്. ഓക്കെ ഓക്കെ സീരിയൽസിലല്ല, പൊതുവെ ഞാൻ പറഞ്ഞ മൂവീസിലാണെങ്കിലും ഓക്കെ അറിയാലോ, ചോയ്സ് എന്ന് മനസ്സിലായി. പറഞ്ഞ വലിയ കാര്യമാണ്. അതെ 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 അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. രാഹുൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഫിലിമിലാണെങ്കിൽ നമ്മൾ ഒരു ടീം ഡയറക്ടർ നോക്കും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്, അല്ലെങ്കിൽ ഇവരെ ഹിറ്റ് അടിച്ച മുന്നത്തെ സിനിമ. അപ്പൊ അത് സീരിയലിൽ വരുമ്പോ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? വരുമ്പോ നമ്മുടെ ഭാഗ്യം മാത്രമാണല്ല. ഓ, നമ്മളൊരു ജനറൽ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതല്ല, നമുക്ക് ഇതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഉം, കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്. ഉം. പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നടക്കുന്നത്. പലതും ചേഞ്ച് ആവാം. ഓക്കെ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് പലതും വരാം. ഉം, ഉം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇതിനെപ്പറ്റി നമുക്ക് അതിനെപ്പറ്റി വിട്ടേക്കുക. നമ്മള് ആ ദിവസം എങ്ങനെയായിരിക്കും എന്ന് മാത്രമേ നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതിൽ സ്റ്റോറി ഇങ്ങനെയാണ്, സ്റ്റോറിയൊക്കെ മാറാം. ഇപ്പൊ നമ്മുടെ പ്രൊജക്റ്റിൽ സ്റ്റോറി മാറില്ല. ഓക്കെ. കാരണം ജോയ്സി എന്ന് പറഞ്ഞ റൈറ്റർ അതെ, എഴുതുന്നത്. അതെ, അപ്പൊ അതെ. അദ്ദേഹം എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെ സ്റ്റോറി പോകുന്നത്. Sorry. പക്ഷെ സ്റ്റോറി മാറാവുന്ന പല സാഹചര്യങ്ങളും എന്റെ പഴയ പ്രൊജക്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല രീതിയിലാവാം, ചീത്ത രീതിയിലാവാം, ഏത് രീതിയിലും ആവാം. നമുക്ക് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും നല്ലതായിരിക്കാം. അതുകൊണ്ട് ഇതിലൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ട് മൂവി പോലെ ഈ ഡയറക്ടർ അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് മൂവിയിൽ പോലും എനിക്ക് ചോയ്സസ് ഇല്ല. ഏതാ ഓപ്പർച്യൂണിറ്റി വരിക അത് എനിക്ക് വലിയ ബ്ലെസ്സിങ് ആണ്. അതെ. വലിയ വലിയ ആക്ടേഴ്സിന് എസ്റ്റാബ്ലിഷ് ആയവർക്ക് ഇതുപോലെ ചോയ്സ് ഇന്ന ആളാണ് ഇന്ന നോക്കിയെടുക്കാം. പക്ഷെ ഇതിൽ സീരിയൽസിൽ അങ്ങനെ സംഭവമില്ല. സീരിയൽ ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യം ഭാഗ്യം പോലെ പോലെ ഇരിക്കും. ഇരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം സത്യം പറഞ്ഞ ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഐ എം വെരി ഷുവർ ഇങ്ങനെ ഒരു ക്യാരക്ടറോ ഇങ്ങനെ ഒരു ക്രൂവോ ഇനി എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതെ അതെ. കാരണം അത്രയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ. ഇതെല്ലാം കൂടി ഒത്തു വന്നാലാണ് ഒരു സീൻ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. കണ്ടിരിക്കാൻ അത് പറ്റുള്ളൂ. ഏതാണല്ലോ കേട്ടോ, എല്ലാം ഒത്തു വരണം. ചെയ്യുന്ന ആള്, ഡയറക്ടർ, സ്ക്രിപ്റ്റും പിന്നെ മ്യൂസിക്കും എവറിത്തിങ് ഒരുമിച്ച് വന്നാലാണ് നമുക്കൊരു സീൻ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റും. കാരണം ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ നല്ലതാണെന്നില്ല. അതിന്റെ മ്യൂസിക് മോശമാണെങ്കിൽ അവിടെ തീർന്നില്ല. അതെ. അപ്പൊ എല്ലാം കൂടി ഒത്തു വരണം. അതൊരു വലിയ ഭാഗ്യമാണത്. രാഹുലിന് ആ ഒരു ഭാഗ്യം ഉണ്ടോ തോന്നുന്നത്? രണ്ട് സീരിയലിലെല്ലാം ഇതില് ഈ പ്രൊജക്റ്റിൽ ആ ഒരു ഭാഗ്യം ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. യാ, നികിതയായിട്ട് എങ്ങനെയാ? കാരണം നികിതേനെയൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നത് തന്നെ എന്നും സ്വന്തം ജാനിക്കുട്ടി എന്നുള്ള ആ ഒരു ഇമേജ് ആണ് നമ്മുടെ എല്ലാവരും മനസ്സിൽ. ഒരുപാട് സീരിയലുകളിലും അല്ലെ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഞാൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ഈ ഫസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പ് പണ്ട് വീട്ടുകാർ ഒരു പ്രൊജക്ട് കണ്ടുള്ളൂ. അത് ഈ കുട്ടിയുടെ മറ്റേ മഞ്ഞുരുകാലം ഞാൻ പ്രൊജക്ട് അത് മൊത്തം കണ്ടത്. അത് എനിക്കത് ജോയ്സി തന്നെയാണ്. അപ്പൊ അത് വീട്ടുകാർ കാണുമ്പോ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് അതെ അതെ കണ്ടിട്ടുണ്ട്. മഞ്ഞുരുങ്ങും കലവും. അപ്പൊ അതില് ജാനിക്കുട്ടിയായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിന് മുന്നേ. അപ്പൊ നികിത എങ്ങനെയാണ്? നല്ല സുഹൃത്ത് ബന്ധമാണോ നികിതയായിട്ട്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ഷീസ് വെരി പ്രൊഫഷണൽ. ഓക്കെ. പിന്നെ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഭയങ്കര ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു മൊമെന്റ് ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. ഓക്കെ. ഞങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ അങ്ങനെ സീൻസും അധികമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുമില്ല. ഓക്കെ. ഓക്കെ. ഒരു 5 മിനിറ്റ് കിട്ടിയ ആ കുട്ടി കുറച്ചു നേരം വിശ്രമിക്കും. കാരണം 30 ദിവസം വർക്ക് ചെയ്തോണ്ടിരിക്കുക. 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ആ 5 മിനിറ്റ്സ് എല്ലാവരുമായിട്ട് വർത്താനം പറയുന്നതിൽ ഉപരി ആ കുട്ടിയുടെ പ്രയോറിറ്റി ഈസ് റെസ്റ്റ്. കാരണം അതും വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ ഇതില്ല. ഞങ്ങൾ ഒരുമിച്ച് സീൻ ചെയ്യുമ്പോഴൊക്കെ വളരെ ഫ്രണ്ട്ലി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും. സംസാരിക്കാറുണ്ട്. കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഭയങ്കര. രാഹുൽ എത്രത്തോളം പ്രൊഫഷണലി മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് സെറ്റിൽ ചെല്ലുമ്പോ? ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ആരായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും. ഒരു മിറർ പോലെ നമ്മളോട് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. നീത ചേച്ചിനെ ഞാൻ ഇന്റർവ്യൂ എടുത്തായിരുന്നേ, നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യല് വീട്ടിൽ പോയിട്ട്. അപ്പൊ നീത ചേച്ചി അത്രയും ഒരു നെഗറ്റീവ്, ഒരു കുറച്ച് ഗ്രേ ഷെയ്ഡ് ആണല്ലോ. അപ്പത്തേനും നീത ചേച്ചി പറയും എന്നെ പുറത്ത് കാണുമ്പോഴത്തേനും ആൾക്കാർ ഇങ്ങനെ ചീത്ത പറയും, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ഭയങ്കര ഫണ്ണി, ഭയങ്കര രസമുള്ള ഒരു കാര്യം. നമ്മുടെ ക്രൂവില് എൻറ്റയർ ക്രൂവില് ചേച്ചിയാണ് ഏറ്റവും പാവം. അതെ അതെ ഏറ്റവും ഇന്നസെന്റ് ആൻഡ് പാവം. അതെ അതെ അതെ. അപ്പം അത് എങ്ങനെയാ നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ് ഔട്ട് ഓഫ് ക്യാമറ? അതാ പറഞ്ഞ നമ്മളെ സെറ്റിൽ അല്ലാത്ത സമയത്തൊക്കെ ചേച്ചിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര കുറെ ഇൻസ്റ്റഗ്രാം ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര കൺസേൺഡ് ആണ്. ഭയങ്കര വളരെ നല്ല സ്നേഹമുള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്ന് പറയാറുണ്ടോ എന്നെ എല്ലാരും ചീത്ത വിളിക്കാടാ, എന്ത് ചെയ്യാൻ നിനക്കല്ലേ? അങ്ങനെ അല്ല, അത് ചേച്ചി കുറച്ച് കയറ്റി പറഞ്ഞായിരിക്കും. അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ ചീത്തൊന്നും പറയാറില്ല. കാരണം
പണ്ടുണ്ടായിരുന്നു ഈ പരിപാടി. അതെ ഇപ്പൊ കുറെ കൂടി ആൾക്കാർ ഇത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറാണ്, അല്ല ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ്, ആ ക്യാരക്ടറിന് ഇങ്ങനെയാണ് ഡയലോഗ്സ് തിരിച്ചറിവുള്ള ആൾക്കാരാണ് ഇപ്പൊ മെജോറിറ്റി ഓഫ് ആൾക്കാർ. അതെ അതെ അതുകൊണ്ട് പണ്ടത്തെ പോലെ അങ്ങനെ ഭയങ്കര ഉപദ്രവിക്കാൻ പറ്റും ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയില്ല. അല്ല മനസ്സിൽ ഇങ്ങനെ സങ്കടം വേണ്ട ഓരോ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ. നമുക്ക് പണ്ടൊക്കെ ഇപ്പൊ ഈ മഞ്ഞുരുകും കാലമൊക്കെ ജോയ്സി സാറിന്റെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സഹതാപം തോന്നുന്നതായിരുന്നു ജാനിക്കുട്ടിയോട്. ആ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരൊക്കെ അല്ല നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ അതെ ബ്രദറായിട്ട് ചെയ്യുന്ന ആൾക്കാണ് ഏറ്റവും അതെ കൂടുതൽ അതെ അതെ criticism ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരുമായിരുന്നു. ഉള്ളത്. ഏറ്റവും കിട്ടാറില്ല. പക്ഷെ അവനെ പോലും ഇപ്പൊ ഞങ്ങള് ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ഹിൽ പാലസിൽ. ഹിൽ പാലസില്. ഞാനും അബി അവനുണ്ടായിരുന്നു, പിന്നെ വേദ ഉണ്ടായിരുന്നു. രണ്ട് ബ്രദേഴ്സ് ആയിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മൂന്നുപേരെയും ഒരേ രീതിയിൽ ആൾക്കാർ കണ്ട് ട്രീറ്റ് ചെയ്തു. ഒരേ രീതിയിലായിരുന്നു സ്നേഹം അവരുടെ. അല്ലാണ്ട് ഞാൻ മറ്റേ നല്ലത് ചെയ്യുന്നോണ്ട് എന്നോട് മോനെന്നും അവനോട് മറ്റേ എടാന്നും അങ്ങനെയല്ല. മൂന്നുപേരെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയില്ല. കാരണം അതും യങ്സ്റ്റേഴ്സ് ഒന്നും അല്ല, ചേച്ചിമാരായിരുന്നു. അപ്പൊ അവർക്ക് പോലും ആ ഒരു തിരിച്ചറിവ് എല്ലാരും അതിൽ വന്നല്ലോ. അവര് ആ രീതിയിലെ കാണുന്നേ, അങ്ങനെ അവര് ആക്ടിങ്ങിനെ ജഡ്ജ് ചെയ്യുന്നത്, അല്ലാണ്ട് ക്യാരക്ടേഴ്സിനെ അല്ല. അതിലും എനിക്ക് ഭയങ്കര സന്തോഷം അതെ തോന്നി. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ്. ഒരു ആക്ടിങ് ആ എത്രത്തോളം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അത് ഒരു പർട്ടിക്കുലർ ഇപ്പം സ്വാതന്ത്ര്യം സീരിയൽ ഇറങ്ങിയപ്പോഴത്തേനും ഒരുപാട് യങ്സ്റ്റേഴ്സ് സീരിയലിൽ കാണാൻ തുടങ്ങിയതും ആ ഒരു പാറ്റേണിലേക്ക് വന്നപ്പോഴത്തേനും കുറെ ഫാൻ പേജ് ഇപ്പൊ നിങ്ങളുടെ ആയിക്കോട്ടെ കുറച്ച് നിങ്ങളെ പോലുള്ള അത് ഇതില് എന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അച്ഛനമ്മമാര് മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെയല്ല. മെജോറിറ്റി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് തന്നെയാണ്. ഒരു 60-40 സ്പ്ലിറ്റ് വരും. 60% യങ്സ്റ്റേഴ്സ് തന്നെയാണ് കാണുന്നത്. അത് ഹോട്ട്സ്റ്റാറിലൊക്കെ നമുക്ക് അവരുടെ സർവേ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഏഷ്യാനെറ്റിന് മനസ്സിലാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഞങ്ങളൊക്കെ സീരിയൽ കാണുന്ന അമ്മച്ചി എന്തായാലും ഹാളിൽ ടിവിയിൽ സീരിയലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കും. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാ നടക്കുന്നത്. സീരിയൽ കണ്ടില്ലേലും നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിവിടെ കുട്ടികൾ കാണുന്നില്ല, പക്ഷെ നമുക്ക് സംഭവം എന്നറിയോ? ഇപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ എന്റെ ഫസ്റ്റ് പ്രൊജക്ട് വരുന്നതിന് മുമ്പ് ഒരു സീരിയലും കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്നാ പോലും നമ്മളിപ്പോ ഒരാൾ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഒരു സീരിയൽ കാണിച്ചു എന്ന് വെച്ചു, ഒരു 5 എപ്പിസോഡ് എന്നെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കാണിച്ചാൽ 6ാമത്തെ കാണാൻ നാച്ചുറലി ഒരു ക്യൂരിയോസിറ്റി വന്നിരിക്കും. ഭയങ്കര അതാണ് ഇവിടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് എന്ത് സീരിയൽ ഇത് ഞാനൊന്നും കാണാൻ പറഞ്ഞു, അയാളെ പിടിച്ചു കെട്ടിയിട്ട് 5 കാണിച്ച 6ാമത്തെ കാണാണ്ടിരിക്കുക, അത് അയാളെ ചോയ്സാണ്. പക്ഷെ 6ാമത്തെ എന്തായിരിക്കും അറിയാനൊരു ക്യൂരിയോസിറ്റി. അതാണ് ഇവരുടെ സെല്ലിംഗ് പോയിന്റ്. അതെ അത് ഇപ്പോഴും എന്റെ അമ്മച്ചൊക്കെ പറയും, ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടുപോകും. നമ്മൾ ബിഗ് ബോസ് അങ്ങനെയാണ്, കണ്ടു തുടങ്ങിയാൽ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ സംഭവം അതാണ്. എപ്പോഴെങ്കിലും രാഹുൽ നേരിട്ട് തുടക്ക സമയത്ത് ഇങ്ങനെ ഞാൻ സീരിയൽ ആക്ടർ ആണ്, അപ്പൊ സീരിയലോ അങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് ആരെങ്കിലും അങ്ങനെ എനിക്ക് ഇത് ചേർന്ന് ജോയിൻ ചെയ്തിട്ട് ഇന്ന് വരെ അങ്ങനെ സംഭവം വന്നിട്ടില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാർക്ക് കുറച്ചുകൂടി തിരിച്ചറിവുള്ള ഒരു ആൾക്കാരാണ് ഇപ്പൊ മെജോറിറ്റി ഓഫ് ആൾക്കാരും. കാരണം കുറെ പേർക്ക് ഇതിലും ഇതാണെങ്കിലും അതിന് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേരെ അറിയോ ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് കൊതിച്ച് നോക്കിയിരിക്കുന്ന എത്ര പേരാന്ന് കണ്ടപ്പോഴാണ് എനിക്കതിന്റെ വാല്യൂ മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവം വന്നിട്ടില്ല. നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? മൂവീസിൽ. സീരിയലിൽ അങ്ങനെ നെഗറ്റീവ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അത്ര സ്ട്രോങ് ആയിട്ടൊരു ഇത് എന്റെ പ്രൊജക്റ്റിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അനിയൻ ചെയ്യുന്ന ക്യാരക്ടർ വെരി സ്ട്രോങ്. അപ്പൊ അതില് പെർഫോം ചെയ്യാനുള്ള സീൻസ് ഉണ്ട്. അവിടെ കുറെ 4 നെഗറ്റീവ് ഡയലോഗ്സ് പറയുന്നതല്ല നെഗറ്റീവ് ക്യാരക്ടർ. നമ്മുടെ പ്രൊജക്റ്റിൽ അത് ആ ഒരു ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ് കാണിക്കാൻ, ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കാൻ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള നെഗറ്റീവ് ക്യാരക്ടറാണ് നമ്മുടെ പ്രൊജക്റ്റിൽ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നൈസ്. അല്ലാണ്ട് നമ്മൾ വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത 4 ഡയലോഗ് പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടർ കൊണ്ട് കാര്യമില്ല. മൂവീസിൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നെഗറ്റീവ്. എന്റെ ഇൻട്രോ തന്നെ എനിക്ക് നെഗറ്റീവ് ഒരു ക്യാരക്ടർ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? പിന്നെ 11 കണ്ട ഫോണൊക്കെ എറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ നിൽക്കണേ. തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാം. അതാണോ റൈസ് എന്ന് പറഞ്ഞൊരു അതൊരു കയ്യബദ്ധമാണ്. അതൊരു അറിവില്ലാത്ത സമയത്ത് 12th കഴിഞ്ഞിട്ട് ടാറ്റു ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അന്നേരം പോയി ചെയ്തു പോയതാണ്. പിന്നെ ലേസർ ചെയ്യാൻ പോവാണത്. എല്ലാ ദിവസവും നമുക്ക് മാസ്ക് ചെയ്യണം. ഞാൻ വേറെ മേക്കപ്സ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇത് മാത്രം ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. ചെയ്തേ ആ സമയത്ത്. പക്ഷെ അതിന്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ച ഞാൻ ഓർത്ത് അതായിരിക്കും. ചിന്തിച്ച് തന്നെ ചെയ്തു. പക്ഷെ നമ്മളൊരു ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഭയങ്കര
ബാധ്യതയാണ്. ഓക്കെ. അങ്ങനെ. അതെ, അതെ. അല്ല ഈ പണ്ടൊക്കെ ഇങ്ങനെ ചിലവര് പറയും നിങ്ങൾ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫിലിമിൽ കിട്ടാൻ പാടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു തുടക്കക്കാരൻ ചെല്ലുമ്പോഴത്തേക്കും ഇവന് ഇതുണ്ട്. ആ, അപ്പൊ ആരും മറ്റേ എന്നാ ഇവന് മാസ്ക് ഇതൊക്കെ ചെയ്യാന്ന് വിചാരിക്കില്ല. കാരണം വിചാരിക്കില്ല. 1000 പേര് ഓപ്ഷൻ വേറെ കിടക്കുക. അതെ, അതെ, അതെ. അപ്പൊ ഓടിക്കോളാൻ പറയും. അതെ, അതെ. അങ്ങനെ. അതെ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഈ ആക്ടിംഗ് വർക്ക്ഷോപ്സ് എങ്ങനെയാണ് ഒരു ആക്ടർ ഇപ്പൊ സീരിയലിലായാലും എന്തായാലും അപ്ഡേറ്റ്സ് വേണം. നമ്മൾ ഒരേ പാറ്റേൺ തന്നെ പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും വിചാരിച്ച് സീരിയലും സിമ്പിൾ ആയിരിക്കും. പക്ഷെ അവിടെയും കോമ്പറ്റീഷൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കോമ്പറ്റീഷൻ അല്ല. ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ നമുക്ക് മാത്രമേ ചെയ്യാം. ഐ മീൻ ചെയ്യും. ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. വേറൊരു ക്യാരക്ടറായിട്ട് അത് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാര്യമില്ല. അതെ, അതെ, പക്ഷെ അതെ. ഞാൻ ചെയ്യുന്നതിലുള്ള വ്യത്യാസങ്ങള് എത്രത്തോളം കൺവിൻസിങ് ആണ്, കൺവീൻ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ പൊതുവേ സീരിയൽ പണ്ടുള്ള ധാരണ വെച്ചാൽ നമ്മൾ ഒരു സാധനം നമ്മൾ ആള് ഷോക്കായി പോയി. അപ്പൊ കണ്ണൊക്കെ തള്ളി പുറത്ത് വന്ന് ടേബിളിൽ കിടക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അതെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡയറക്ടോറിയൽ ബിൽഡപ്പ് എന്ന് പറയാം അതിനെ. അതെ, അതെ, അതെ. ആ സീൻ ഒരു ഡയറക്ടർ അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവച്ചിട്ട് അവിടെ ആർട്ടിസ്റ്റിന് അന്നേരം ചുമ്മാ നിന്നാൽ പോലും ഒരു കൺവിൻസിങ് ആയിരിക്കും, കൺവേ ചെയ്യാൻ പറ്റും. അതെ, അതെ, അതെ. ആ രീതിയിലാണ് ഇപ്പൊ പൊതുവെ എടുത്തു വരുന്നത്. അതെ, അതെ. ഇപ്പൊ നമ്മൾ ഈ ഒരു 3 ഇയേഴ്സ് സീരിയൽ ഇൻഡസ്ട്രി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ന്യൂ ഫേസസ് ഇപ്പം രാഹുലിനെ പോലെ തന്നെ ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് ഇറങ്ങിയേക്കുന്നത് അല്ലെ? ഇപ്പൊ എല്ലാ ചാനലിലും വെച്ച് നോക്കുമ്പോഴത്തേനും. അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം അതിലേക്ക് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി സീരിയലിനെ. അല്ലെങ്കിൽ സീരിയലും അതും ഒരു ആക്ടിങ് മേഖല എന്ന ഒരു ഈക്വൽ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഈക്വൽ ഞാൻ ഇപ്പോഴും പറയില്ല കേട്ടോ. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോപ്പ് വേറെ ലെവലാണ്. അത് ശരിയാണ്. ഈക്വൽ അല്ല. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് ഇതിന് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ നന്നായിട്ട് ചെയ്താൽ. അതെ, അതെ. ഇത് പലരും ഇപ്പൊ ടു ബി ഓണസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എല്ലാരും ഇത് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ആക്ട് ചെയ്യണം, എനിക്ക് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കണം എന്ന് വിചാരിച്ച് വന്നവരല്ല അതെ, അതെ. എല്ലാരും. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. പലരും ഇതിനൊരു ഒരു മോണിറ്ററി സംഭവം മാത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ അവര് വരുന്നു, എന്നാ സീന് നോക്കുന്നു, പോകുന്നു, എന്തെങ്കിലും. കാരണം എന്ത് ചെയ്താലും നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, ചീത്തയും പറയും. പക്ഷെ എന്ത് ചെയ്താലും അതങ്ങ് പൊക്കോളും, ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ. ഓക്കെ. അങ്ങനെ ഒരു ധാരണ ഉണ്ട് പലർക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ. മനസ്സിലായി. ഈ റിജക്ഷൻസ് അങ്ങനെ അധികം ഫേസ് ചെയ്യാത്ത ഒരാളാണോ രാഹുല്? നോ അധികം പറഞ്ഞില്ലേ ഓഡീഷൻ അത് പക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ തന്നെ ലൈക്ക് അങ്ങനെ റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രൊജക്ടിന്റെ ഇടയ്ക്ക് തന്നെ വേറെ പല സംഭവങ്ങളും ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കാം, വലിയ വലിയ അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. അതിലൊക്കെ നമ്മൾ അയക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും റിജക്ഷൻസ് വരാറുണ്ട്. അതിനൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളാണ്. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് കരഞ്ഞിരിക്കാനേ പറ്റും. അതെ, അതെ, അതെ. അത് ഇതിലുള്ളതാണല്ലോ. അതെ, അതെ, അതെ. അതിനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഈ ഓരോ ദിവസവും എനിക്ക് ഇപ്പൊ 15 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരേ സെറ്റ്, ഓരോ ക്രൂ, ഇങ്ങനെ ഒരേ ക്യാരക്ടർ അങ്ങനെ ആകുമ്പോ തന്നെ ഒരു ബ്രേക്ക് എടുക്കാൻ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഒരു ഗസ്റ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് 15 ഡേയ്സ് ഒന്നും ഷൂട്ട് ഉണ്ടാവാറില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക് എടുക്കാൻ എന്നതിലുപരി നാളെങ്കിലും ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് തോന്നാറ്. ഓരോ ദിവസം അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഓക്കെ. അത്ര ഇഷ്ടമാണ് ആക്ടിങ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. കാരണം നമുക്കൊരു സീൻ, നമുക്ക് ഓരോന്നും ഈച്ച് ആൻഡ് എവറി സീൻ നമ്മൾ ചെയ്യുന്നത് ഒരു ഒഡീഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലെസൺ ആയിട്ടോ ആണ് ഞാൻ കാണുന്നത്. അതിൽ എന്തൊരു വ്യത്യാസം കൊണ്ടുവരാം, അല്ലെങ്കിൽ അതെങ്ങനെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സീൻ കിട്ടുമ്പോൾ സന്തോഷമാണ്. ഈ സീരിയൽസിൽ മോസ്റ്റ് ഓഫ് ദ സീൻസ് ഈസ് ഡയലോഗ് ഡെലിവറി. അതല്ലാതെ പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം സ്പേസ് നമുക്ക് കിട്ടുന്ന സീൻസ് പലതും വരാറുണ്ട്. അതിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ചെയ്യാനും. ഓക്കെ. സാധാരണ നമ്മളെ ഇന്റർവ്യൂ എടുക്കുമ്പോ ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ നമുക്ക് ഇത്രയും ലിസ്റ്റ് ഉണ്ടാവും ചെയ്ത് തീർക്കാനായിട്ട്. ഇപ്പൊ നികിതയോട് ചോദിച്ചാൽ നികിത പറയുമായിരിക്കും എനിക്ക് ഫ്രീ ആവാൻ ഞാൻ നോക്കിയിരിക്കാറെന്ന് പറയുമായിരിക്കും. പക്ഷെ അത് ഓരോരുത്തരുടെ വർക്കിന്റെ ലെവലോ അനുസരിച്ചിരിക്കും. ഐ മീൻ അവരുടെ എത്രത്തോളം ഹെക്ടിക് ആണ് എന്നനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ 30 ഡേയ്സ് ഉണ്ടെങ്കിൽ 30 ഡേയ്സും വർക്ക് ഉണ്ടെങ്കിൽ അത്രയും സന്തോഷിക്കുന്ന ആളാണ് രാഹുൽ അല്ലേ? അത്രയും വേണമെന്നില്ല, ഒരു 28 പിടിക്കാം. 28 എനിക്ക് 2 ദിവസം അല്ലേ? 2 ദിവസം ഫ്രീ. കാരണം നമുക്ക് സോഷ്യൽ എനർജി പോലെ നമുക്ക് ഇതിന് വർക്ക് എനർജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാം അല്ലെ. ഞാനിത് അതിൽ കടന്നു പോകാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ ഒന്ന് റീചാർജ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മീ ടൈം, ഒരു പേഴ്സണൽ ടൈം ഒക്കെ എടുക്കണല്ലോ നമ്മള്. ഇപ്പൊ ഈ ഒരു സീരിയൽ ആക്ടർ ഫേസ് ഭയങ്കര രജിസ്റ്റർ ആണല്ലോ. അപ്പൊ പുറത്തു പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം നമ്മൾ കോസ്റ്റ്യൂം നോക്കണം, നമ്മുടെ ഒരു ഔട്ട്ലുക്ക് നോക്കണം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേനും. കോസ്റ്റ്യൂം നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന നമ്മൾ പ്രസന്റബിൾ ആയിരിക്കാൻ നോക്കാറുണ്ട്. എന്നാലും ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടാണെങ്കിലും അതിലേക്ക് പോയിരുന്നു. ഇപ്പൊ നമ്മളൊരു അവരോടുള്ള റെസ്പെക്ട്, അല്ലാണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഫാമിലി ഒക്കെ വന്നിട്ട് കുട്ടി നിക്കറൊക്കെ ഇട്ട് നിന്നാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം അവരോടുള്ള റെസ്പെക്ട്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും പോളിഷ് ആയിട്ടിരിക്കണം. സീരിയൽസിൽ പോലും ഞാൻ നോക്കാറില്ല. ഇവന്റെ ഈ കോലം കണ്ടില്ലേ ഇപ്പോഴത്തെ, അതെന്ന് പറഞ്ഞാൽ
ഇപ്പൊ എനിക്ക് ഗ്രൂം ചെയ്ത് എല്ലാ ദിവസവും വേണമെങ്കിൽ വരാം. അതെ. അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റോറി ലൈനിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്കെ. വിളിച്ചു വൈ നോട്ട്, നമ്മൾ എപ്പോഴും ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇരിക്കണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അതെ. മൂവീസിൽ അങ്ങനെ അല്ലല്ലോ. അല്ല, റോ മുടി ആയിട്ട് ഇപ്പൊ തന്നെയാണ് ഈ വാഴയൊക്കെ കണ്ടറിയാം, ഹാഷിനകത്ത് മുടി പോലും ജീവിട്ടില്ല. അതാണ് അതിന്റെ ഭംഗി. അതെ അതെ കാരണം ആ ക്യാരക്ടറിനോട് ട്രൂ ടു ആ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടാണ്. അതെ അപ്പൊ അതെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോ എപ്പോഴും ഇതിൽ ഒരുങ്ങി മറ്റേ ഇങ്ങനെ വരമ്പും വരച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എങ്ങനെ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ അതോ ആംബിവേർട്ടാണ്. ആംബിവേർട്ട് ആണ്? ഓക്കെ. കാരണം അങ്ങോട്ട് കയറി സംസാരിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. ഇത് അതെ അതെ, ഇന്റർവ്യൂ ആണല്ലോ. ഇന്റർവ്യൂ ആണ്. അതെ അല്ലാണ്ട് ഇപ്പൊ റാൻഡം ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹായ് സുഖമാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി സംസാരിച്ച് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കില്ല. ഇല്ല. ഓക്കെ. അങ്ങോട്ട് സംസാരിച്ച് വരുവാണെങ്കിൽ ആ ഒരു എനിക്ക് സംസാരിക്കുന്ന സ്പേസ് ഉണ്ടെന്ന് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് അതെ അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, കുറച്ച് സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കാനുണ്ട്. അങ്ങനെ ഇടിച്ച്, കാരണം അവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് കണ്ടാൽ എനിക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇടിച്ചു കയറി സംസാരിക്കാൻ, കാരണം ചിലപ്പോ അവര് വേറെ അവർക്ക് സംസാരിക്കുന്ന ഒരു മൈൻഡാണോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ നമ്മൾ ഇടിച്ചു കയറി സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് തന്നെ പലരും ഇങ്ങോട്ട് ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കും എന്തോന്ന് ഇത് കുറച്ചൊന്നും മിണ്ടാണ്ടിരിക്കുവായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്നെ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് ആ ഒരു ചിന്ത നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു അതുകൊണ്ട് അങ്ങനെ ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, നോ യുവർ ഓഡിയൻസ്, അവരെ അറിഞ്ഞിട്ട് സംസാരിക്കാം. ഒരു സിഎക്കാരന്റെ ഒരു അല്ലല്ല, ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു. കാരണം സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഒരു വൈബ് കണക്ട് ആയാൽ മാത്രം നമ്മൾ സംസാരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണോ? ട്രാവൽ കാരണം ഞാൻ ഇൻസ്റ്റ ചെക്ക് ചെയ്തപ്പോ കുറച്ചധികം ഹിൽസിനോടാണോ താല്പര്യം? മൗണ്ടെയിൻസ് ആൻഡ് ബീച്ചസ് ഈക്വലി ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ ഇൻഡസ്ട്രി ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ പുറത്താണോ ഏറ്റവും കൂടുതൽ ഒരു ക്ലോസ് സർക്കിൾ എന്ന് പറയാനായിട്ട്? ഓക്കെ. അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഹൈലൈറ്റിൽ ഇങ്ങനെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ്? 100% ഏറ്റവും കൂടുതൽ വാല്യൂ അതിനെ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇപ്പൊ ഈശ്വരനൊക്കെ ഞാൻ ഫുൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ നമുക്ക് മെന്റലി കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും നമ്മുടെ സ്ട്രെസ് എല്ലാം പോകുന്ന അത് മാജിക് ആണ് അത് സംഭവം. അതുകൊണ്ട് ഐ എം ബ്ലെസ്ഡ് വിത്ത് മെനി ഗുഡ് ഫ്രണ്ട്സ്. അത് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പലർക്കും അങ്ങനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവർ എന്ത് ചെയ്യും, അവർക്കൊന്ന് ചില്ല് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഇല്ലാത്തൊരു ബ്ലെസ്സിങ് ആണത്. എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് ഗാങ്ങിൽ ചെന്ന് പറയുമ്പോ ഈ സീരിയൽ റോസ്റ്റിംഗ് ഒക്കെ വരാറുണ്ടോ? അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവർ എല്ലാരും കാണാറൊന്നുമില്ല. 1-2 പേര് എന്റെ ആക്ടിങ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി കാണുന്നവരുണ്ട്. പിന്നെ ഇൻഡസ്ട്രി തന്നെയുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെ സീൻ കണ്ടിട്ട് കറക്ഷൻസ് പറയാൻ വേണ്ടി, എടാ നീ ആ സീനിൽ കുറച്ച് ഐസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് കറക്ഷൻ ജെനുവിൻലി പറയുന്ന ആൾക്കാരുണ്ട്. ബാക്കി എല്ലാരും, കാരണം ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പട്ടി വിലയാ. ഒരു വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൻ വന്നു എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അവരെല്ലാം മറ്റേ മോനെ ഫുഡൊക്കെ തരുന്നു. അപ്പൊ അവർക്ക് നീ ആരടാ ആ സാധനം, അതാണ് അവർക്ക് വരുന്നത്. അപ്പൊ അവർക്ക് വലിയ വിലയൊന്നും ഇല്ല. എന്നാലും വീട്ടുകാർക്കുള്ള ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സന്തോഷം തന്നെയാണ്. നമ്മള് ഫ്രണ്ട്സിന് ഒരാൾക്ക് നല്ലത് വന്നാൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ. ഈ ഗോസിപ്സും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇപ്പം ഒന്നാമത് ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആദ്യത്തെ സീരിയലിലോ കുറച്ചധികം നിങ്ങളുടെ ഷോർട്സും കാര്യങ്ങളും റീൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പെയറായിട്ട് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം രാഹുലിന്റെ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചാണ്, അത് ഡിമാൻഡിങ് ആണ്. അത് ഒരിക്കലും എനിക്ക് അത് വേണ്ട അല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്നോ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം സീരിയലും അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഡിമാൻഡിങ് ആണെങ്കിൽ അത് വൾഗാരിറ്റി ഇല്ലാണ്ടാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു വൾഗാരിറ്റി ഇല്ലാണ്ടെന്ന് ഞാൻ പറയില്ല, ഉള്ളതും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പോളിഷ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. അപ്പൊ കുടുംബ പ്രേക്ഷകർ എന്നൊരു ടാഗ് ലൈൻ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഡിമാൻഡിങ് വരുമ്പോൾ അതെ ഡയറക്ടർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് ഒരു നെഗറ്റീവ് ആവോ അല്ലെങ്കിൽ അത് വേണ്ട? ഞാൻ അങ്ങനെ ഒരു സീനെ ചെയ്തിട്ടുള്ളൂ, അന്നേരം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു സീൻ വന്നാൽ എങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ചിട്ടാണ് ചിന്തിച്ചിട്ട് ചെയ്യാന്നുള്ള സംഭവം. അതിനെ ഞാൻ ഒരു ബിഗ് ഡീൽ ആയിട്ട് കാണുന്നില്ല. രാഹുലിന് എപ്പോഴും തോന്നിയിട്ടു ഇതൊക്കെ എന്തിനാ ഇത്രയും പ്രശ്നം അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇതും ഒരു കൺസേൺ തന്നെയാണ്. കാരണം വീട്ടിലിരുന്ന ആൾക്കാർ കാണുമ്പോഴേക്കും അവരുടെ നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതല്ലോ. അപ്പൊ ഓഡിയൻസ് എന്താണ് വേണ്ടത്? ഇപ്പൊ മൂവി ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട ഒരു കണ്ടാൽ മതി എന്ന് പറയാം. പക്ഷെ ഇതൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട് ഓൾറെഡി. അപ്പൊ അത്
അപ്പൊ അവർക്ക് ഉള്ളൊരു കംഫർട്ട് മീറ്റ് ചെയ്ത് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഈ സീരിയൽ ഇംപ്രവൈസേഷൻ നടക്കാറുണ്ട്. ഇപ്പൊ സിനിമയിൽ എന്ന് വെച്ചാൽ നമ്മുടെ പൊടിക്കൈകളൊക്കെ ഇടാൻ ഒരു അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട്. സീരിയലിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക്? അത് എടുക്കുന്ന ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലര് ഓക്കെ. ഭയങ്കര സ്റ്റബോൺ ആണെങ്കിൽ നമുക്ക് നീ ഇങ്ങനെ തന്നെ ചെയ്യണം, ആ. അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നവരുണ്ടാവാം. ഓക്കെ. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല, പക്ഷെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഈ സീൻ നമുക്ക് ഫ്രീഡം തന്ന് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കുറച്ച് നമ്മുടേതായ കാര്യങ്ങൾ, വെർസറ്റൈൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ. വിത്തിൻ ദ ലിമിറ്റേഷൻ. ഓക്കെ. ഞാൻ പറഞ്ഞില്ല, മൂവിയുടെ അത്രയും സ്പേസ് ഇല്ല നമുക്ക്. സ്പേസ് ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ, കാരണം ഈ ലൈറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അറിയാലോ, അതെ അതെ അതെ. അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അതെ, അപ്പൊ അതെ. ഇങ്ങനെ ഒരു ക്യാമറ നമ്മളൊരു ആംഗിൾ വെച്ചേക്കുവാണെങ്കിൽ ഉം. ഈ ചില സീൻസ് അവിടെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കണം. ഉം, 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 ഉം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ, എനിക്ക് എന്റെ മനസ്സിലുണ്ടാവും ഇത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ, പക്ഷെ അങ്ങനെ സ്പേസ് ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ് പലതും നമ്മൾക്ക് അവിടെ തന്നെ നമ്മളെ കൺസ്ട്രെയിൻ, റെസ്ട്രിക്ട് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത്. ഉം. അതുകൊണ്ട് അത് ആരുടെയും കുറ്റമല്ല. ഓക്കെ. ഓക്കെ. കാരണം ലൈറ്റ് അപ്പ് ചെയ്യാൻ പോയാൽ അത്രയും ടൈം പോവാണ്. ടൈം ഈസ് മണി ഓക്കെ. ഈ സീരിയലിൽ. മനസ്സിലായി. നമ്മൾ ഒരു 5 സെക്കൻഡ് ആണെങ്കിൽ ഇത്ര രൂപ എന്നാണ് ഓക്കെ. നമ്മൾ ഓക്കെ. ടൈം ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അതുകൊണ്ട് ആർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം, ഓക്കെ. പക്ഷെ അത് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല.